ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ എങ്ങനെ നമുക്ക് വൺ ഹാൻഡഡ് കീബോർഡ് എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ഒരു കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ കീബോർഡ് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ ഉണ്ടാവും. അപ്പം വൺ ഹാൻഡഡ് കീബോർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിലോട്ടായിരിക്കും കീബോർഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ സുഖമായിട്ട് കീബോർഡിലൊക്കെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ആപ്പിൾ ഐഫോൺസിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഹാൻഡഡ് കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്: ഓഫ്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പം ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി ലെഫ്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഭാഗത്തോട്ടായിരിക്കും കീബോർഡ് കിടക്കുന്നുണ്ടാവുക. അല്ല വേണമെന്നുണ്ടെങ്കിൽ റൈറ്റും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിളിൽ ഞാൻ ലെഫ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് കീബോർഡ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഇത് ഓഫ് ആക്കാവുന്നതാണ്. ഇവിടുന്ന് തന്നെ ഇത് ഓഫ് ആക്കാൻ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓഫ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ വൺ ഹാൻഡഡ് കീബോർഡ് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.